മനോഹാരിത കളിയാടുന്ന ഒരു ഗ്രാമം പുറക്കാടി. ശ്രീ പൂമാല പരദേവതാ ക്ഷേത്രം ഇവിടെയാണ്. ഇവിടുത്തെ ക്ഷേത്രോത്സവം പ്രസിദ്ധമാണ്. ക്ഷേത്രത്തോട് ചേർന്നു തന്നെയാണ് പുഴയും കനാലും റോഡുകളുമൊക്കെയുള്ള ഇവിടുത്തെ പ്രധാന കൃഷിയിടം. മലനിരകൾ മകുടം ചാർത്തും, വയലേലകൾ പൊന്നണിക്കും, മധുമാസം പൂച്ചൂടിക്കും മലയാളമേ. നമസ്കാരം. ഇന്നത്തെ കാർഷിക മലനാട് എത്തിച്ചേർന്നിരിക്കുന്നത് മനോഹരമായ ഒരു ഗ്രാമത്തിലാണ്. പുറക്കാടി എന്ന ഗ്രാമവും ഇവിടുത്തെ കൃഷി വിശേഷങ്ങളുമാണ് ഇന്നത്തെ കാർഷിക മലനാടിൽ. പച്ചവിരിച്ച് പൊന്നണിഞ്ഞ പാടങ്ങൾ താത്കാലികമായി മാറി നിൽക്കുകയാണ്. വേനൽ കടുക്കുമ്പോഴും അടുത്ത പച്ചപ്പിനായുള്ള ഒരുക്കത്തിലാണ് ഈ കൃഷിയിടങ്ങൾ. ചേന, വാഴ, പയർ തുടങ്ങിയ ഇടവിളകളാണ് ഇവിടെ കൃഷിക്കായി ഒരുങ്ങുന്നത്. പുറക്കാട് വില്ലേജിലെ നെടിയഞ്ചേരി എന്ന പ്രദേശത്തെ ഒരു കർഷകനാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത്. കൃഷ്ണൻ എന്നാണ് ചേട്ടൻ്റെ പേര്. അതിരാവിലെ പശുക്കറവയിലൂടെ തൻ്റെ ദിനചര്യകൾ ആരംഭിക്കുന്ന കൃഷ്ണേട്ടൻ വീട്ടിലേക്ക് ആവശ്യമായ പച്ചക്കറികളും ഉപജീവന മാർഗത്തിനായുള്ള മറ്റു കൃഷികളും ചെയ്തു വരുന്നു. കൃഷ്ണേട്ട, എത്ര നാളായി ഈ കൃഷിയിൽ ഏർപ്പെട്ടിട്ട്? 10 വയസ്സ് തൊട്ട് കൃഷിപ്പണിയിൽ അറിയാം. 10 വയസ്സിന് അച്ഛനൊരു വാതരോഗിയായിരുന്നു. അതിന് അച്ഛനെ സഹായത്തിന് വേണ്ടി കാളകൂട്ടും പോത്തുകൂട്ടൊക്കെ ആയിട്ട്. ഇപ്പം ഇവിടെ ഞങ്ങൾ വന്ന് കണ്ടപ്പം ഈ പുറക്കാടി എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിൻ്റെ അന്തരീക്ഷം കണ്ടപ്പോൾ പച്ചപ്പൊക്കെ കഴിഞ്ഞു, അതായത് നെൽക്കൊയ്ത്തൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ അടുത്ത കൃഷിക്കുള്ള മണ്ണ് ഒരുക്കങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കൃഷ്ണേട്ടൻ്റെ കൃഷിയിടത്തിൽ എന്തൊക്കെ ഒരുക്കങ്ങളാണ്? വാഴ നട്ടു, പിന്നെ ചേന നടാൻ പോകും, പയറുണ്ട്. പച്ചക്കറി ഇപ്പം ഞങ്ങൾ വാങ്ങലൊന്നുമില്ല, ഒക്കെ പിന്നെ ഇവിടെ തന്നെ ഉണ്ടാക്കുന്നത്. കയ്പായിട്ടും പിന്നെ പയറായിട്ടും എല്ലാ സാധനങ്ങളും ഉണ്ടാക്കും. ഇപ്പം കൃഷിയിടത്തിൽ എന്തൊക്കെയുള്ള കൃഷി? ഇപ്പൊ പയറുണ്ട്, ചോളമുണ്ട്, തക്കാളി ഉണ്ട്, പിന്നെ കയ്പൊക്കെ ഉണ്ട്, എല്ലാ സാധനവും ഉണ്ട്. നമ്മുടെ ആവശ്യങ്ങൾ കഴിഞ്ഞ് വിൽക്കാനുള്ളത് ഇല്ല, നമ്മുടെ ആവശ്യത്തിലേക്ക് മാത്രമായിട്ട് കൃഷി ചെയ്യുന്നതാണ് അല്ലേ? അപ്പൊ ഇപ്പൊ അടുത്ത ഇനി കൃഷി എന്താണ് ഇറക്കാൻ പോകുന്നത്? ഇപ്പൊ ചേന ഇറങ്ങും, ചേന നടാനുള്ള കണ്ടങ്ങളൊക്കെ ഒരുക്കി തുടങ്ങി. പിന്നെ അതിന്റെ ഇടയ്ക്ക് പയറിടും. വാഴയുണ്ടോ? വാഴ ഉണ്ട്, ഒരു 200 വാഴ ഉണ്ട്, അത് ഒരുക്കി നട്ടിട്ടുണ്ട്, അതായി. അതെ അല്ലേ? അങ്ങനെ ചെറിയ രീതിയിലുള്ള കൃഷികളുമായിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കൃഷ്ണേട്ട, ഇപ്പോൾ വാഴക്കൃഷി ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ഈ വാഴക്കൃഷി ചെയ്യുമ്പോൾ തുടക്കം മുതൽ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? ഞാനിപ്പോൾ മരുന്ന് മുക്കണം. മരുന്ന് മുക്കി നട്ട് കഴിഞ്ഞാൽ ഒരു മാസം കഴിയുമ്പോൾ ചാണം ഇട്ട് കൊടുക്കും, പച്ച ചാണം. പിന്നെ ചപ്പുമണി ഇട്ട് നമുക്ക് ഇടാം. വെച്ചിട്ട് ചപ്പ് ഇട്ടിട്ട് പിന്നെ ഒരു നനയ്ക്കണം. വെള്ളമിട്ട് നനച്ചിട്ട് കഴിഞ്ഞാൽ പിന്നെ ചെറിയൊരു വളം കൊടുക്കാം. എത്ര നാൾ കൊണ്ട് ഇല ഇങ്ങനെ വന്നു തുടങ്ങാം? ഒരു മാസം കൊണ്ട് ആകുമ്പോഴത്തേനും ഇല വന്നു തുടങ്ങും. പിന്നെ നമ്മളതിൽ എന്തൊക്കെയാ ശുശ്രൂഷകൾ? എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ പുഴു കയറുന്നു നോക്കണം. പിന്നെ മരുന്ന് ഇപ്പോഴത്തെ വാഴക്കൊക്കെ മരുന്ന് വേണം, മരുന്നില്ലാതെ നടക്കൂല. അപ്പൊ മരുന്ന് തളിച്ച് അതിന്റെ പുഴുകളൊക്കെ പോയി പിന്നെ 2 ചാണകം ഇട്ട് ചപ്പിട്ട് നനച്ചു കൊടുത്താൽ പിന്നെ കുഴപ്പമൊന്നും. അങ്ങനെയാണ്. വാഴയ്ക്ക് എന്തൊക്കെ രോഗങ്ങളാണ് അങ്ങനെ സാധാരണ വരിക? ഇതിന്റെ ഒരു പഴുപ്പ് വരും, വെള്ളം നിന്ന പഴുപ്പ് കയറും. പഴുപ്പ് കയറി പിന്നെ മഞ്ഞൾ വന്ന് വേര് ചീച്ചിലുണ്ടാവും. അപ്പൊ വേര് ചീച്ചിലാകുമ്പോ പിന്നെ വാഴ വളരില്ല, അങ്ങനെ പോവുക. പിന്നെ ഒരിക്കലും അത് കൊല വെട്ടാൻ പോലും നമുക്ക് പറ്റൂല. അങ്ങനെയാണ് അതിന്റെ ഇപ്പൊ ഫുൾ വാഴ കേടാ. അതെ അല്ലേ? അതിന് നമ്മള് മരുന്ന് പ്രയോഗം അല്ലാതെ ഒരു കാര്യം നടക്കില്ല, അല്ലാതെ കൃഷി മുന്നോട്ട് പോകില്ല എന്നുള്ള. നമ്മൾ വിത്ത് വാങ്ങിയാലും ആ വിത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ പിറ്റേ ദിവസം ഒന്നും കൊള്ളൂല. കൃഷിയോടുള്ള താല്പര്യം കൊണ്ട് മറ്റ് ജോലികളിൽ നിന്നും മാറി ഇപ്പോൾ സദാ കൃഷികാര്യങ്ങളിൽ വ്യാപൃതനായിരിക്കുകയാണ് സന്തോഷ് എന്ന യുവ കർഷകൻ. മീനങ്ങാടി ഗ്രാമപഞ്ചായത്തിൽ നിന്നും സുൽത്താൻ ബത്തേരി ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്നും മികച്ച കർഷകനുള്ള അവാർഡ് ഇദ്ദേഹം നേടിയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ചേനകൃഷിയുടെ ആരംഭഘട്ട തിരക്കിലാണ് സന്തോഷ്. ഞാൻ 9 വർഷമായിട്ട് ഉപജീവനം എന്ന മാർഗ്ഗം എന്ന രീതിയിൽ കൃഷി ചെയ്തു വരുന്നു. പ്രധാനമായിട്ടും ചേന, ഇഞ്ചി, വാഴ, മഞ്ഞൾ മുതലായവയാണ് കൃഷി ചെയ്തു വരുന്നത്. ഇപ്പോൾ നിലവിലിപ്പോൾ ചേനയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ സമയത്ത്. അതായത് മകരമാസത്തിൽ നട്ട് ഒരു കർക്കിടകത്തിൽ വിളവെടുക്കുന്ന രീതിയിലാണ് ചേനക്കൃഷി ചെയ്യുന്നത്. ചേനക്കൃഷിക്ക് മണ്ണൊരുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്.
അപ്പോൾ കൊയ്ത്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ നിലം ഉഴുത് 2 പ്രാവശ്യമായിട്ട് ഉഴും. അതിനുശേഷം നമ്മൾ കുമ്മായം ഇട്ട് അതിൻ്റെ pH കറക്റ്റാക്കും. പിന്നെ അതിന് ശേഷമാണ് വിളവിടുന്നത്. മീനങ്ങാടി കൃഷിഭവനിൽ നിന്നും നല്ല പ്രോത്സാഹനമാണ് ഈ കർഷകന് ലഭിച്ചു വരുന്നത്. നമ്മളിപ്പോൾ മണ്ണ് ഗവേഷണ യന്ത്രമുണ്ട്. ഇപ്പോൾ അതല്ലാതെ തന്നെ നമ്മൾ കൃഷിഭവനിൽ ഇപ്പോൾ നമുക്ക് മണ്ണ് പരിശോധിച്ച് കിട്ടാനുള്ള സംവിധാനമുണ്ട്. ഇപ്പോൾ കൃഷിഭവനിൽ തന്നെ കൃഷി ഓഫീസർ ജ്യോതി മാഡം, അതുപോലെ കൃഷി അസിസ്റ്റൻറ്റ് എല്ലാവരും നല്ല സപ്പോർട്ടാണ് നമുക്ക് തരുന്നത്. അപ്പോൾ നമുക്ക് എപ്പോൾ കൊണ്ട് കൊടുത്താൽ നമുക്ക് മണ്ണ് പരിശോധിച്ച് കിട്ടുന്നതാണ്. എല്ലാ സബ്സിഡികളൊക്കെ കിട്ടാറുണ്ട്. ഇപ്പോൾ നെല്ലിനാണെങ്കിലും മറ്റു വിളയ്ക്കാണെങ്കിലും ഇപ്പോൾ വാഴയ്ക്കാണെങ്കിലും വിള ഇൻഷുറൻസ് എല്ലാം അവർ ചെയ്തു തരുന്നുണ്ട്. വേനൽക്കാലത്ത് ചേന നടുമ്പോൾ ജലലഭ്യത കൂടി ശ്രദ്ധിക്കണം. നമ്മൾ ഒരു മകരകുംഭത്തിൽ ചേന നട്ടതിന് ശേഷം ഇത് മണ്ണ് കൂട്ടി നനച്ച് അതിനുശേഷം പിന്നെ കളകളുണ്ടാവും. ഈ കളകൾ ചെത്തി കൂട്ടുകയാണ് ചെയ്യുന്നത്. ആദ്യം കളകൾ ചെത്തി കൂട്ടി പിന്നീട് അതിന് വളമിട്ട് മൂടി പിന്നെ ഒരു മാസത്തിന് ശേഷം അത് വീണ്ടും കളകൾ കയറും. രണ്ടാമതൊരു ചെത്തി കൂട്ടത്. അതാണ് പ്രധാനമായിട്ട് ഇതിൻ്റെ പണി വരുന്നത്. ഒരു കൃഷിയിൽ മാത്രമല്ല സന്തോഷ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ഞാനിപ്പോൾ ചേനയോടൊപ്പം തന്നെ ഇപ്പോൾ പച്ചക്കറിയും മറ്റു സ്ഥലങ്ങളിൽ ചെയ്യുന്നുണ്ട്. ഏകദേശം ഒരു 70 സെൻറ്റ് സ്ഥലത്ത് പച്ചക്കറി ചെയ്യുന്നുണ്ട്. അതായത് പയർ, വഴുതന, പച്ചമുളക്, തക്കാളി മുതലായവയാണ് കൃഷി ചെയ്യുന്നത്. അതിപ്പോൾ വിളവെടുത്തുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഒരു വർഷം 2 തവണ നെൽകൃഷി ചെയ്തിരുന്നവർ ഇപ്പോൾ 1 തവണയാക്കി. അങ്ങനെ ചെയ്യേണ്ടി വന്നത് കാലാവസ്ഥാ വ്യതിയാനം കൊണ്ടാണ്. നമ്മളിപ്പോൾ നെൽകൃഷി ഇപ്പോൾ ചെയ്യാത്തത് എന്താ വെച്ചാൽ ഇപ്പോൾ വെള്ളത്തിൻ്റെ അഭാവമാണ്. അതുപോലെ കാലാവസ്ഥാ വ്യതിയാനം. അപ്പോൾ കൊയ്ത്ത് സമയത്താണ് നമുക്ക് മഴയുടെ പ്രശ്നം. അതുകൊണ്ട് തന്നെ എല്ലാവരും അതിൽ നിന്ന് വിട്ടു നിൽക്കുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ നെല്ലിൻ്റെ സ്ഥാനത്ത് എല്ലാവരും വാഴയിലേക്കാണ് ഇപ്പോൾ ഫോക്കസ് ചെയ്യുന്നത്. കർഷകർ എല്ലാവരും ഇന്ന് മണ്ണൊരുക്കത്തിൻ്റെ തിരക്കിലാണ്. അടുത്ത കൃഷിയിലേക്കുള്ള പ്രതീക്ഷയുമായി നല്ല വിളവ് ലഭിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ കാർഷിക മലനാട് ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി.